സോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നൊരു പ്രത്യേക ദിവസമാണ്. കാരണം ഇന്ന് ഞാൻ ഒരു വണ്ടീൻ്റെ ഡെലിവറി എടുക്കുവാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു പുതിയ വണ്ടി എടുത്തു. അപ്പോൾ അതിൻ്റെ വണ്ടി എടുക്കുന്ന ദിവസം ഇന്നാണ്. അപ്പോൾ ഇന്ന് വണ്ടി കിട്ടും. അപ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഞാൻ എടുത്ത മോഡൽ വെച്ച്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. എനിക്ക് നല്ല വിശപ്പ് തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ച്. അപ്പോൾ ഇപ്പുറത്താണ് എൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത്. ഇവിടാണ് വണ്ടി കിടക്കുന്നത്. ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്ന ഒരു നല്ല കാര്യം, ഇവിടെ നിന്ന് ആഹാരവും കഴിക്കാൻ പറ്റി, ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബസ്സിനാണ് വന്നത്. ആകുമ്പോൾ കാരണം ഞാൻ മറ്റു വണ്ടിയൊന്നും എടുത്തില്ല. ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ വരുന്നത്. അപ്പം ആ വണ്ടി എടുക്കാൻ ആരും ഇല്ലായിരിക്കും. അപ്പോൾ ഞാൻ കൊണ്ടുവന്നേക്കുന്ന എടുത്ത വണ്ടി നമ്മുടെ പോർഷ് കെയിൻ ടർബോ എസ് ആണ് മോഡൽ. നല്ല ചുമപ്പ് ഇൻറ്റീരിയറും ചുമപ്പ് വണ്ടിയുമാണ്. പിന്നെ നമ്പർ പ്ലേറ്റ് B1505 മാ എന്നാണ് നമ്പർ പ്ലേറ്റ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ വണ്ടി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ റേറ്റൊക്കെ നോക്കി, കമ്പനി റേറ്റ് നോക്കിയെന്ന് വെച്ചാൽ പോർഷ് കടയിൽ എത്ര രൂപയ്ക്ക് ഈ വണ്ടി കിട്ടുമെന്ന് നല്ല റേറ്റാണ്. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പുള്ളിക്കാരൻ പൈസ കുറച്ചാണ് തന്നെ. കാരണം വണ്ടി ഓൾറെഡി എവിടെയോ ഇടിച്ചായിരുന്നു വണ്ടി. അതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കി പറഞ്ഞു, ബ്രോ വണ്ടീൻ്റെ പൈസ എന്തായാലും കുറയ്ക്കണം. ഇവിടൊക്കെ ഉണ്ട് വണ്ടി ചതച്ചേൻ്റെ ഇതൊക്കെ മിററൊക്കെ എങ്ങാണ്ടോ പൊട്ടിയിട്ട് റിപ്പയർ ചെയ്തതാണ്. അപ്പം ഞാൻ നല്ലതായിട്ട് പൈസ കുറച്ചു വണ്ടീൻ്റെ. അപ്പോൾ ഇത്ര വണ്ടി നല്ല സ്പീഡാണ്. ഞാൻ ഒരു വട്ടം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പോൾ നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ഞാൻ എന്തായാലും ഈ വണ്ടി കൊണ്ട് നമ്മുടെ വീട്ടിലൊന്ന് കൊണ്ടിടാം. അപ്പം എൻ്റെ വീട് വരുന്ന ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലൊക്കെയാണ്. അതെ ഗൈസ്, നമ്മളുടെ വീട് വരുന്ന ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ എനിക്ക് വേണം ബസ് വേണം അവിടെ നിന്ന് വല്ലതും എടുക്കാം എന്ന് ഞാൻ ചെയ്യുന്നില്ല. കാരണം എനിക്കിപ്പോൾ എപ്പോഴെങ്കിലും ഒരു ബസ് കമ്പനി ചെയ്യണമെങ്കിൽ എടുക്കണമെങ്കിൽ എനിക്ക് ബസ്സുണ്ട്. ആ ഫ്രണ്ടിലത്തെ സ്റ്റാൻഡിൽ കൊണ്ടിട്ടാൽ മതി. അപ്പോൾ ഇവിടെ ക്രോസൊക്കെ തുറന്നിട്ടൊക്കെ നമുക്ക് പോവാം. ഈ കൂട്ടുകാരൻ്റെ കട വരുന്ന ഇച്ചിരി ദൂരെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന്. എന്നാലും ചുമ്മാ എന്നാലും ഈ വണ്ടി ഇന്നക്കി കൊടുക്കുന്നതാണല്ലോ ആക്സിലേറ്റർ. അതുകൊണ്ട് കാലിൻ്റെ സ്ട്രെങ്ത് തന്നെ അതിനെ കളയണ്ടതെന്ന് വിചാരിച്ചാണ് ഞാൻ ബസ് എടുത്ത് വന്നത്. അപ്പോൾ ഇവിടെ അടുത്താണ് എൻ്റെ വീട് വരുന്നത്. ഇവിടെ കണ്ടോ? അതെ ഇവിടാണ് അമ്മൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വണ്ടി കയറ്റാം. ഇവിടെ എൻ്റെ 2-3 വണ്ടികളുണ്ടായിരുന്നു. അത് രണ്ടും എൻ്റെ കൂട്ടുകാരന്മാരെടുത്തുകൊണ്ട് പോയി ഇന്നത്തേക്ക്. ഒരുത്തൻ 2 ദിവസത്തേക്ക് എടുത്തു, മറ്റൊരുത്തൻ 3 ദിവസത്തേക്ക് ഒരു വണ്ടി എടുത്തു. രണ്ടും ഞാൻ പറയാം. അവന്മാരിതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വണ്ടി എടുത്ത്. അപ്പോൾ ഇനി എന്തായാലും ഈ വണ്ടി എടുക്കുമ്പോൾ ഞാൻ കൊടുക്കൂല. ഇത് നമ്മുടെ പേഴ്സണൽ വണ്ടി ആയിരിക്കും. ഞാൻ ഇതിങ്ങനെ ചുമ്മാ ഇവിടെ ഇടാൻ വേണ്ടിയല്ല കൊണ്ടുവന്നത്. ഞാൻ ഇന്നെന്തായാലും ഓട്ടത്തിനൊക്കെ പോകും. അപ്പം നമ്മളുടെ വണ്ടി ഈ ഷെഡിനകത്ത് കയറ്റിയിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ വരാം. ഈ ഷെഡിൽ കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റാം. അപ്പുറത്തെ ഷെഡിൽ കൊണ്ടിട്ടാൽ മതിയായിരുന്നു. അവിടെ ഇച്ചിരി കൂടി സിമ്പിളാണ്. ഇനി ഇടിക്കാതെ തൂമ്പിലൊന്നും ഇടിക്കാതെ ഇവിടെ ഇട്ടേക്കാം. അങ്ങോട്ട് കയറാനൊന്നുമില്ല വണ്ടി, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും കഴിച്ചിട്ട് വല്ലതും വരാം. ഓക്കെ ഗൈസ്, ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം ചെയ്ത് വെച്ചാൽ കുളിച്ചൊക്കെ റെഡിയായി. നമുക്കിനി പോകേണ്ട സ്ഥലത്തോട്ട് പോകാം. അവന്മാരൊക്കെ ഊട്ടി കൊടൈക്കനാലൊക്കെ പോയി എൻ്റെ വണ്ടിയും കൊണ്ട് വിളിച്ച് നോക്കിയപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് പോയത്. അതുകൊണ്ട് വണ്ടി എന്തായാലും തകിടുകേടായി വരും. 2 ലൈസൻസ് ഇല്ല, വേറെ കാര്യം. ഞാൻ എന്നോട് ചോദിക്കത്ത് പോലും ഇല്ല. ഇപ്പം കൂട്ടുകാരനായതുകൊണ്ട് വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോവുക. ഈ വണ്ടി ആർക്കും കൊടുക്കില്ല. ഇതെൻ്റെ സ്വന്തം പൈസയും കൊണ്ട് ഞാൻ എടുത്ത വണ്ടിയാണ്. മറ്റേതൊക്കെ മാർഷ്മെലോ എന്ന് പറയുന്ന കമ്പനി പൈസയും കൊണ്ട് ഞാൻ എടുത്ത വണ്ടികളാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട്. ഇവിടെ അമ്മയുടെ വീട് വരുന്നത് ഈ മഞ്ഞ വീട്. ആ ജീപ്പ് എടുത്തവൻ്റെ വീട്.
അപ്പുറത്തെ ഇരിക്കുന്ന എൻ്റെ BMW എടുത്തവൻ്റെ വീട്. അപ്പോൾ രണ്ടുപേരുടെയും വീട് അടുത്ത. അപ്പോൾ ഇവിടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ടിയാണ് ഇടാമെന്ന്. അപ്പോൾ അങ്ങോട്ട് കയറ്റാം. ഇപ്പം ഞാൻ കയറ്റുന്നില്ല, ഇപ്പോൾ കാറാണല്ലോ. അപ്പോൾ നമ്മുടെ ബസ് കമ്പനി എന്നാണോ സെറ്റായി വരുന്നത് അപ്പം ഞാൻ നമ്മുടെ ബസ്സുകൾക്ക് അവിടെ കൊണ്ടിടും. ലിവറി മാത്രമാണ് എനിക്ക് കുഴപ്പം. ബാക്കി സംഭവം എല്ലാം സെറ്റായി, മോഡലൊക്കെ ഏതാ വേണ്ടതെന്നും സെറ്റായി. ലിവറി ഞാൻ എപ്പോൾ ചെയ്യാൻ നോക്കിയാലും വർക്കാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിലൊന്ന് ഇടണം. അപ്പോൾ ഉടനെ നമ്മുടെ മാർഷ്മെലോ എന്ന് പറയുന്ന കമ്പനി വരും. നിങ്ങളുടെ ഹെൽപ്പും കൂടി വേണം. കാരണം ഞാൻ 2-3 എഡിഷൻ നെയിംസ് പിടിച്ച് എൻ്റെ മോനെ ഇറങ്ങ്. അയ്യോ എടാ ഇതെന്ത് മുന്നാകട്ടെ ഇത് വരാത്ത ഇറങ്ങടാ ഇവന്. അയ്യോ ട്രക്കുകാരനാലും പറ്റിയോ? അയ്യോ ടാങ്കർ ലോറിയ ട്രക്കല്ലേ ടാങ്കർ. അയ്യോ ഇവിടെ കിടക്കുന്നു. ചേട്ടാ അതിലെ പറ്റിയോ? പുള്ളിക്കാരൻ ചത്ത്. അയ്യോ നമ്മുടെ വണ്ടി നോക്കട്ടെ. അയ്യോ ഇറക്കിയതേ ഉള്ളു വണ്ടി. നോക്കട്ടെ ഇച്ചിരി വണ്ടി അനങ്ങുന്നുണ്ട്. നമുക്ക് ആ ഹോട്ടലിലും അങ്ങോട്ട് കയറ്റി ഇടാം. അയ്യോ എത്ര വട്ടമാണോ അയ്യോ എന്ന് പറയുന്നത്? ഇത് എന്തേലും ആകട്ടെ. നമ്മുടെ വണ്ടിക്കൊന്ന് ഓടുന്നുണ്ട് വണ്ടി. പക്ഷെ ചേട്ടാ ഇന്നൊരു വലിയ ട്രിപ്പ് എടുക്കാനാണ് വിചാരിച്ചത്. അയ്യോ ഈ ഹെഡ്ലൈറ്റ് ഒന്നാമതേ വണ്ടിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞേ അങ്ങേര്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞേ, മറ്റേ കൂട്ടുകാരൻ വർക്ക്ഷോപ്പിൽ അവൻ പറഞ്ഞേടാ വണ്ടി എടുക്കുന്നതിനെ സൂക്ഷിച്ചൊക്കെ എടുക്കണം, നല്ലതായിട്ട് സ്പീഡുള്ള വണ്ടിയാണ്. ഞാൻ വിചാരിച്ച അവൻ ചുമ്മാ പറയുന്നതെന്ന്. പക്ഷേ പേര് വിചാരിച്ച് ഞാൻ വല്ല ഫസ്റ്റ് ടെർബോ ഇല്ലായിരിക്കുമെന്ന്. പിന്നെ അവൻ പറഞ്ഞ് 3rd ടെർബോ ഉണ്ടെന്ന്. അത് അവൻ മോഡിഫൈ ചെയ്ത് വെച്ചാന്ന്. അയ്യോ നമുക്കെന്തായാലും ആ വർക്ക്ഷോപ്പിൽ തന്നെ ഒന്ന് കൊണ്ട് കൊടുക്കാം. അവൻ എന്നാ പറയുന്നു നോക്കാം. വണ്ടി എന്തായാലും ഓടുന്നുണ്ട്, അതിനവൻ ചീത്ത വിളിക്കൂല. നമുക്കെന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം. നല്ലൊരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചേ, നോക്കിയപ്പോൾ വണ്ടി സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ആ പല സ്പീഡൊക്കെ ഉണ്ട് വണ്ടിക്ക്, പക്ഷേ ലുക്ക് അതേ ഇതില്ല. ഇനി ഇടിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ വണ്ടി നന്നാക്കാൻ പോവും. ഇടിച്ചെന്ന് പറഞ്ഞില്ല, അപ്പോൾ തന്നെ വണ്ടി ഇടിച്ച്. ഇനിയിപ്പോൾ ഞാൻ വഴി മറന്നു എങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ ഒരു വളവെടുത്തായിരുന്നു. അവൻ്റെ ഇതിപ്പോൾ എവിടാ പറയുക? ഒരു മിനിറ്റ് മാപ്പ് നോക്കട്ടെ. കറക്റ്റ് വരി. ഇനി ഇവിടെ നിന്ന് അയ്യോ ഇതെന്ത് ഇങ്ങനെ അങ്ങോട്ടാ വളയ്ക്കണ്ട? ഇങ്ങോട്ടുണ്ട്. അയ്യോ ഇപ്പുറത്ത് ഇവിടെ നിന്ന് നേരെ അങ്ങ് വളച്ചു വിടാം. ഇവിടൊക്കെ വർക്ക്ഷോപ്പ് ഉണ്ട്, പക്ഷേ എനിക്ക് അവൻ്റെ വർക്ക്ഷോപ്പ് ഇച്ചിരി കൂടി ഇത് മനസ്സിലാകാം. കാരണം എൻ്റെ കൂട്ടുകാരനാ, വല്ലതും പറ്റുവാണെങ്കിൽ അവൻ കാശ് തരും. മറ്റ് വർക്ക്ഷോപ്പൊക്കെ അങ്ങനെയല്ല. ഞാൻ അപ്പോൾ തിരക്കെടുക്കാതെ ഈ വരി പോവാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡ്. അപ്പോൾ എൻ്റെ വീട്. നമുക്ക് ഈ വണ്ടി എത്ര പെട്ടെന്ന് കൊണ്ടുവിടണം. അവൻ്റെ കട 11:30-ക്കാണ് ഇപ്പോൾ അടയ്ക്കുന്ന ടൈം. ഇപ്പോൾ 10:20 10:30-ക്കാണ് 10:30-ക്കാണ് അടയ്ക്കുന്നത്. നമുക്ക് എന്തായാലും പറ്റുന്ന അത്ര ഈ വണ്ടി എടുത്താൽ നല്ല കാര്യം. നല്ല സ്പീഡ്. ഉയ്യോ വണ്ടി തകിടായി. എവിടെ എവിടെയും തട്ടിയിട്ട് സ്റ്റക്കായിട്ടില്ല, അത് നല്ല കാര്യം. ഇപ്പോൾ 20 ഇവിടെ എത്രയും ഇനിയും കിടക്കുന്നുണ്ട് ഇച്ചിരിയും കൂടി. അപ്പോൾ അവൻ്റെ കട എങ്ങനെയായാലും എത്തിയാൽ മതി. ഹോണടിച്ചത് കട എത്തിയിട്ട് ഞാൻ എന്തായാലും അവനോടൊന്ന് സംസാരിക്കരുത്, അവനകത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സ്ലൈറ്റ് ഇഷ്യൂ ഉണ്ട്. അവൻ പറഞ്ഞ് അവിടെ ഇന്നെന്തായാലും വണ്ടി നന്നാക്കാൻ പറ്റില്ല, കട അടയ്ക്കുന്ന സമയമാണ് വണ്ടിയും കൊണ്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാർട്സൊക്കെ തീർന്നു. അപ്പോൾ നാളെ വരും. നീ എന്തായാലും വണ്ടി ഇവിടെ വെച്ച് വല്ല ബസ്സിൽ കൂടെ വല്ലതും വീട്ടിൽ പോകാൻ പറഞ്ഞു. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കട അടയ്ക്കുന്ന സമയം തന്നെയാണ് വന്നത്. അയ്യോ സൈഡൊക്കെ ഫുള്ള് ചതഞ്ഞ്. അപ്പോൾ
ഇത് വല്ലതും പോർഷിൻ്റെ വല്ല ഇത് വല്ലതും കൊണ്ട് ഇവിടെ വല്ലതും കാണിക്കുവാന്ന് തീർന്ന്. നമ്മളെന്തായാലും ഇങ്ങനെ പാർക്ക് ചെയ്യുവാണ്, എന്നെ കൊണ്ട് വയ്യ. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തോ ഭയത്തിന് ഞാൻ ജീവനോടെ ഇവിടെ നിൽപ്പുണ്ട്. ഇല്ലേ പോകണ്ടായിരുന്നു. ആ വണ്ടി ഇടിച്ചപ്പോൾ ഞാൻ ഞെട്ടിച്ച്. കാരണം പുതിയൊരു വണ്ടി എടുത്തേ ഉള്ളൂ. ആ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തകിടുകേടാക്കി. അപ്പം പറഞ്ഞിട്ടെന്നാ വണ്ടി നന്നാക്കാൻ കൊടുത്തല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്.